അർജന്റീന ഫുട്ബോൾ ടീമിനെയും സൂപ്പർ താരം ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയത് കേരളം ഇന്നുവരെ കാണാത്ത തരം വൻ സാമ്പത്തിക തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ, മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് ഈ ക്രമക്കേട് നടത്തിയത്. റിപ്പോർട്ടർ ടിവി മുതലാളിക്ക് തട്ടിപ്പു കാണിക്കാൻ മുൻ പിണറായി വിജയൻ സർക്കാർ പൂർണ്ണമായി കൂട്ടുനിൽക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ശക്തമായ നിലപാടെടുക്കുകയും നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്താൽ റിപ്പോർട്ടർ ടിവി മാനേജ്മെന്റിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഔദ്യോഗിക ഫയൽ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവന്നിരിക്കുന്നത്. വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ്, CBI, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള CFIO എന്നീ ഏജൻസികളുടെ അന്വേഷണത്തിനാണ് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള നിയമപരമായ കരാറോ അന്താരാഷ്ട്ര ദേശീയ ഫുട്ബോൾ ഫെഡറേഷനുകളുടെ അംഗീകാരമോ ഇല്ലാതെയാണ് ഈ നീക്കങ്ങൾ നടത്തിയത്. സ്വകാര്യ ചാനൽ മാനേജ്മെന്റിന് വലിയ സാമ്പത്തിക വാണിജ്യ ലാഭം ഉണ്ടാക്കിക്കൊടുക്കാൻ മാത്രമായി സർക്കാർ ഒന്നാകെ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുവെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തുവന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ വാണിജ്യ വിവരങ്ങൾ അടങ്ങിയ ഒരു സാധാരണ ബ്രോഷറിനെ ലയണൽ മെസ്സി വരാമെന്ന് സമ്മതിച്ച നിയമപരമായ കരാറാണെന്ന് വ്യാജമായി ചിത്രീകരിച്ചായിരുന്നു ആദ്യ തട്ടിപ്പ്. വ്യാജ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കായിക വകുപ്പിലും മറ്റ് സർക്കാർ തലങ്ങളിലും ഔദ്യോഗിക ഫയൽ നീക്കങ്ങൾ തകൃതിയായി നടന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായോ അവരുടെ കള്ളക്കാരുമായോ യാതൊരുവിധ അന്തിമ കരാറും പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. എന്നാൽ അർജന്റീനയുടെ ലോകകപ്പ് ജേതാക്കളായ ടീം കേരളത്തിൽ എത്തുമെന്ന് വ്യാജമായി കാണിച്ച് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗിക കത്തയച്ച് കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ചു. 210 കോടി രൂപ മൊത്തം ചെലവും 198 കോടി രൂപ മത്സരത്തിനായുള്ള ഫീസും വരുന്ന കൂറ്റൻ പദ്ധതിയാണ് ഇത്തരത്തിൽ കള്ളത്തരത്തിൽപ്പെട്ടത്. സംസ്ഥാന ധനകാര്യ നിയമ വകുപ്പുകളുടെ യാതൊരു അനുമതിയും വാങ്ങാതെ കേരള ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ 40 പൂർണ്ണമായി കാറ്റിൽ പറത്തിയാണ് പണം ചെലവഴിക്കാനുള്ള നീക്കം തകൃതിയാക്കിയത്. കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം യാതൊരു ബാങ്ക് ഗ്യാരണ്ടിയോ ഇൻഷുറൻസോ നികുതിയോ വാടകയോ പോലും ഈടാക്കാതെയാണ് റിപ്പോർട്ടർ ടിവിയുടെ സഹസ്ഥാപനത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൈമാറിയത്. ഇതിലൂടെ 5 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇളവും ആനുകൂല്യവുമാണ് ഈ സ്വകാര്യ കമ്പനിക്ക് സർക്കാർ നിയമവിരുദ്ധമായി നൽകിയത്. ടൂർ പ്രോഡ് എൻറ്റർ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വിദേശ ഇടനില ഏജൻസി വഴി $15 മില്യൺ വിദേശത്തേക്ക് അയക്കുകയുണ്ടായി. ഈ വലിയ തുകയുടെ ഇടപാടിൽ കേന്ദ്ര വിദേശ നാണയ നിയന്ത്രണ നിയമത്തിന്റെ ഭേദഗതികളും ബാങ്കിംഗ് അന്താരാഷ്ട്ര ചട്ടങ്ങളും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്.